aspirants, welcome back. So, എല്ലാവരും ബാങ്ക് എക്സാമിനേഷന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷനിലായിരിക്കും അല്ലേ? നമ്മുടെ SBI Clerk, SBI PO പോലുള്ള നോട്ടിഫിക്കേഷൻസ് നമ്മൾ സൂൺ എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട്. IBPSൻ്റെ കലണ്ടർ നമുക്ക് ജാനുവരി തന്നെ ഔട്ടായിട്ടുണ്ടായിരുന്നു. ആൻഡ് അതിനു മുൻപ് തന്നെ നമ്മൾ അറിഞ്ഞൊരു അപ്ഡേറ്റ് ആണ്. ഇനി മുതൽ ആദ്യം നടക്കുക SBIയുടെ നോട്ടിഫിക്കേഷൻസ് ആയിരിക്കും. SBI റിക്രൂട്ട്മെൻറ്റ് ആയിരിക്കും ആദ്യം നടക്കുക. ലൈക്ക് SBI PO, SBI Clerk, SBI SO. അതിനുശേഷമായിരിക്കും നമ്മുടെ 11 നാഷണലൈസ്ഡ് ബാങ്കുകളിലേക്കുള്ള റിക്രൂട്ട്മെൻറ്റ് ആയിട്ടുള്ള IBPS PO, IBPS Clerk, IBPS SO ഒക്കെ നടക്കുക. ആൻഡ് നമ്മുടെ റീജിയണൽ റൂറൽ ബാങ്കുകളായിട്ടുള്ള കേരള ഗ്രാമീൺ ബാങ്കിലേക്കൊക്കെയുള്ള ക്ലർക്ക് ആൻഡ് PO റിക്രൂട്ട്മെൻറ്റ് ടുവേർഡ്സ് ദ എൻഡ് ഓഫ് ദി ഇയർ ആയിട്ടായിരിക്കും നടക്കാൻ പോകുന്നത്. അപ്പോൾ എനിവേയ്സ് നിങ്ങൾ എല്ലാവരും ഇപ്പോൾ എഫക്റ്റീവായിട്ട് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്ന ടൈമാണെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. പ്രിപ്പയർ ചെയ്യാത്ത കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ നിങ്ങൾക്ക് ടൈം ഇനി മുൻപിലുണ്ട്. സോ പ്രിപ്പയർ ചെയ്ത് തുടങ്ങുക. ആൻഡ് ഇപ്പോൾ പ്രിപ്പയർ ചെയ്ത് തുടങ്ങാൻ പോകുന്നവരടുത്തും അതുപോലെ തന്നെ പ്രിപ്പറേഷനിൽ ഇരിക്കുന്നവരടുത്തും എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് ഞാൻ ഈ പറയുന്ന മിസ്റ്റേക്സ് റിപ്പീറ്റ് ചെയ്യരുത്. നമ്മളെല്ലാ ഫാക്കൽറ്റീസ് ആണെങ്കിലും നിങ്ങളുടെ അടുത്ത് പറഞ്ഞു തരുന്നതാണ്, ലൈക്ക് ഈ പറയുന്ന മിസ്റ്റേക്കുകളൊന്നും റിപ്പീറ്റ് ചെയ്യരുതെന്ന്. പക്ഷെ എന്തുകൊണ്ടാണെന്ന് അറിയില്ല, ആസ്പിരൻസ് എപ്പോഴും ഇത് റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കും. നിങ്ങൾ എന്തുകൊണ്ടാണ് റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? നിങ്ങൾ എന്തെങ്കിലും പ്രോബ്ലംസ് ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഒന്ന് ഡ്രോപ്പ് ചെയ്തേക്കുക, എന്താണ് നിങ്ങളുടെ പ്രോബ്ലം എന്നുള്ളത്. എനിവേസ് നിങ്ങളുടെ ഡൗട്ടുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിലും നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ ഇടാം. എന്നാലേ നമുക്കത് അറിയാൻ സാധിക്കുള്ളൂ. നിങ്ങളിലേക്ക് വേണ്ട റെലവൻറ്റ് കണ്ടൻസും ഡൗട്ട് ക്ലിയറൻസ് സെഷൻസ് ഒക്കെ എത്തിക്കാനായിട്ട് നമുക്ക് എന്നാൽ മാത്രമേ സാധിക്കുകയുള്ളൂ. ഓക്കെ, സോ എന്തൊക്കെയാണ് ഞാൻ എപ്പോഴും പറയുന്നത് പോലെ റിപ്പീറ്റ് ചെയ്യരുത് എന്ന് പറയുന്ന മിസ്റ്റേക്സ് ഒന്നുകൂടെ ഞാൻ പറയാം. അതായത് വെയിറ്റിംഗ് ഫോർ ദ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ. IBPS എന്തായാലും കലണ്ടർ റിലീസ് ചെയ്തിട്ടുണ്ട്, റൈറ്റ്? ആൻഡ് SBIയുടെ എക്സാംസ് ആണെങ്കിലും IBPSൻ്റെ എക്സാംസ് ആണെങ്കിലും ആനുവലി നടക്കുന്ന എക്സാംസ് ആണ്. വിച്ച് മീൻസ് എല്ലാ വർഷവും ഇതിൻ്റെ പരീക്ഷ കാണുമെന്നുള്ളത് 100% ഉറപ്പായിട്ടുള്ള കാര്യമാണ്. സോ എന്തിനു വേണ്ടിയിട്ട് നിങ്ങൾ നോട്ടിഫിക്കേഷൻ വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യുന്നു? പ്രിപ്പയർ അറ്റ് ദ ഏർലിയസ്റ്റ്. കാരണം ബാങ്ക് എക്സാമിൻ്റെ സിലബസ് എന്ന് പറയുന്നത് അതർ കോമ്പറ്റേറ്റീവ് എക്സാംസിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ദിസ് കനോട്ട് ബി കോൾഡ് ആസ് എ വാസ്റ്റ് സിലബസ് എന്ന് പറയാൻ പറ്റത്തില്ല. കാരണം GK പോലുള്ള സബ്ജക്റ്റുകൾ ഇല്ല ബാങ്ക് എക്സാമിനേഷന്. നമുക്ക് മെയിൻലി വരുന്നത് റീസണിങ്, ഇംഗ്ലീഷ്, കറണ്ട് അഫയേഴ്സ്, മാത്സ് പോലുള്ള സബ്ജക്റ്റുകളാണ്. ആൻഡ് ഇത്രയും സബ്ജക്റ്റുകളേ ഉള്ളൂ. GK ഇല്ലാത്തത് കൊണ്ട് തന്നെ അത്ര വാസ്റ്റാണ് സിലബസ് എന്ന് പറയാൻ സാധിക്കില്ല. ആൻഡ് മാത്സ് ആണെങ്കിലും റീസണിങ് ആണെങ്കിലും ഇംഗ്ലീഷ് ആണെങ്കിലും സിലബസ് ഭയങ്കര ചെറുതാണ്. നിങ്ങൾ ബാങ്ക് എക്സാമിൻ്റെ സിലബസ് നോക്കുകയാണെങ്കിൽ ഇറ്റ്സ് കവറബിൾ എന്ന് തന്നെ പറയാൻ സാധിക്കും. പക്ഷേ എന്ത് ചെയ്യുക, പ്രാക്ടീസ് ഇസ് ദ കീ. സോ എന്ത് ചെയ്യുക, നിങ്ങൾ ഒരു 3-4 മന്ത്സ് നമുക്ക് എങ്ങനെയാണെങ്കിലും സിലബസ് കവർ ചെയ്യാനായിട്ട് എടുക്കാം. ഒരു മാക്സിമം ഒരു 3.5-4 മന്ത്സിനുള്ളിൽ കംപ്ലീറ്റ് സിലബസ് നമുക്ക് കവർ ചെയ്യാം. അതിനുശേഷമായിരിക്കും നമുക്ക് എന്ത് ചെയ്യാം, പ്രാക്ടീസിൻ്റെ ഇമ്പോർട്ടൻസ് കൂടുതലായിട്ട് വരുന്നത് അപ്പോഴായിരിക്കും. ഓക്കെ, എനിവേയ്സ് നിങ്ങൾ സിലബസ് കവർ ചെയ്തിട്ട് പ്രാക്ടീസ് ചെയ്യാനിരിക്കരുത്. സിലബസ് കവർ ചെയ്യുന്നതിനോടൊപ്പം തന്നെ എന്ത് ചെയ്യുക, പ്രാക്ടീസും ഒരുപോലെ തന്നെ ചെയ്ത് മുൻപോട്ട് പോവുക. സോ എന്ത് ചെയ്യുക, നോട്ടിഫിക്കേഷൻ വരാനായിട്ട് വെയിറ്റ് ചെയ്യരുത്. നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ PO എക്സാം ആണെങ്കിൽ പ്രിലിംസ് ഉണ്ടാവും, മെയിൻസ് ഉണ്ടാവും, അത് കഴിഞ്ഞിട്ട് ഇൻ്റർവ്യൂ ഉണ്ടാവും. ഇപ്പോൾ നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞാണ് നിങ്ങൾ പ്രിപ്പയർ ചെയ്യുന്നതെന്നിരിക്കട്ടെ, ബാങ്കിങ് റിക്രൂട്ട്മെൻറ്റ് ഭയങ്കര ഫാസ്റ്റാണ്. ദ ഹോൾ പ്രോസസ് ഗെറ്റ്സ് കംപ്ലീറ്റഡ് വിതിൻ 6 മന്ത്സ് എന്നുള്ളൊരു കാര്യം, അല്ലെങ്കിൽ മാക്സിമം ഓഫ് 8 മന്ത്സിനുള്ളിൽ എല്ലാം കംപ്ലീറ്റ് ആയി കഴിയും എന്നുള്ളൊരു കാര്യം നിങ്ങൾ മൈൻഡിൽ വെക്കുക. നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞ് പ്രിലിംസിലേക്ക് ഹാർഡ്ലി ഒരു 30 to 35 ഓർ ഈവൻ 30 to 40 ഡേയ്സ് ആയിരിക്കും നിങ്ങൾക്ക് കിട്ടുന്നുണ്ടാകുക. ഈ സമയത്തിനുള്ളിൽ സിലബസ് കവർ ചെയ്യാനും എഫിഷ്യൻ്റ് ആയിട്ട് മോക്ക് ടെസ്റ്റ് ചെയ്തിട്ട് പ്രാക്ടീസ് ലെവലിൻ്റെ പീക്കിൽ എത്തുക എന്നൊക്കെ പറയുന്നത് പോസിബിൾ ആയിട്ടുള്ള കാര്യമല്ല. ഓക്കെ, സോ എന്ത് ചെയ്യുക, അതുകൊണ്ടാണ് എഫക്റ്റീവായിട്ട് നേരത്തെ തന്നെ പ്രിപ്പറേഷൻ തുടങ്ങണം എന്ന് നിങ്ങളുടെ അടുത്ത് പറയുന്നത്. ഓക്കെ, യു ലൂസ് പ്രഷ്യസ് ടൈം ഫോർ ബിൽഡിംഗ് ബേസിക്സ് ആൻഡ് പ്രാക്ടീസിങ് ഹൈ ലെവൽ ക്വസ്റ്റ്യൻസ്. അവിടെയാണ് നിങ്ങൾക്ക് ഏറ്റവും വലിയ ഡ്രോപ്പ് വരാനായിട്ട് പോകുന്നത്. കാരണം പ്രിലിംസ് ലെവൽ പ്രിപ്പറേഷനോടൊപ്പം തന്നെ മെയിൻസ് ലെവലും പ്രിപ്പയർ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഈ മെയിൻസ് ലെവൽ എന്ന് പറയുമ്പോഴത്തേക്കും കുറച്ചുകൂടെ അഡ്വാൻസ്ഡ് ലെവൽ ക്വസ്റ്റ്യൻസ് ആണ്. അപ്പം നിങ്ങൾ ഇപ്പം ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ QA മാത്സിൽ നിന്ന് നിങ്ങളൊരു ടോപ്പിക് എടുക്കുകയാണ്, സേ റേഷ്യോ ആൻഡ് പ്രൊപ്പോർഷൻ എടുക്കുമ്പോഴത്തേക്കും നിങ്ങൾ റേഷ്യോ ആൻഡ് പ്രൊപ്പോർഷൻ പഠിക്കുന്നതിന് മുമ്പ് നിങ്ങളുടെ പെർസെൻറ്റേജസ് എന്ന് പറയുന്ന ബേസ് കോൺസെപ്റ്റ് സ്ട്രോങ് ആയിരിക്കണം. അത് കഴിഞ്ഞിട്ടായിരിക്കും നിങ്ങൾ റേഷ്യോ ആൻഡ് പ്രൊപ്പോർഷൻ പഠിക്കാനായിട്ട് പോകുന്നത്. റേഷ്യോ ആൻഡ് പ്രൊപ്പോർഷനിൽ ആദ്യം തന്നെ നിങ്ങൾ ചെന്നിട്ട് അഡ്വാൻസ് ലെവലാണോ എടുത്ത് പഠിക്കാൻ പോകുന്നത്? ഒരിക്കലുമല്ല. ആദ്യം തന്നെ നിങ്ങൾ ബേസിക്സ് ലെവൽ ക്വസ്റ്റ്യൻസ് ആയിരിക്കും ചെയ്യുക, അല്ലേ? നിങ്ങളുടെ ബേസ് നിങ്ങളൊന്ന് ഉറപ്പിച്ച് കഴിയുമ്പോഴത്തേക്കും നിങ്ങൾ പിന്നെ എന്തിലേക്ക് പോകും? മോഡറേറ്റ് ഒന്ന് സെറ്റായി കഴിയുമ്പോഴായിരിക്കും നിങ്ങൾ അഡ്വാൻസിലേക്ക് പോകുന്നത്. ആൻഡ് ഈ അഡ്വാൻസ് ലെവൽ ക്വസ്റ്റ്യൻസ് ആയിരിക്കും മെയിൻസ് എക്സാമിന് കൂടുതലായിട്ട് ചോദിക്കുന്നുണ്ടാകുക. ഓക്കെ, അപ്പം എന്ത് ചെയ്യുക, പ്രിലിംസിനോടൊപ്പം തന്നെ മെയിൻസിൻ്റെ പ്രിപ്പറേഷൻ കൊണ്ടുപോവുക. ഇങ്ങനെ പറയാൻ കാരണം പ്രിലിംസിൻ്റെ റിസൾട്ട് വന്നു കഴിഞ്ഞിട്ട് മെയിൻസിലേക്ക് എഗെയിൻ
ഒരു മാക്സിമം ഒരു 3 വീക്സ് ഒക്കെ ടൈം ഉണ്ടാകത്തുള്ളൂ. ആ ഒരു 21 ഡേയ്സ് കൊണ്ട് നിങ്ങൾ എന്തൊക്കെ പഠിക്കണം, ഹൈ ലെവൽ ക്വസ്റ്റ്യൻസ് എല്ലാം പഠിച്ച് തീർക്കണം. അതോടൊപ്പം തന്നെ കറണ്ട് അഫയേഴ്സ് ഒരു 7 മന്ത്സ് കറണ്ട് അഫയേഴ്സ് മൊത്തം പഠിക്കാനുണ്ടാവും. നിങ്ങളെ പറഞ്ഞ് പേടിപ്പിക്കുകയല്ല, 1 മന്ത് കറണ്ട് അഫയേഴ്സ് തന്നെ ഏകദേശം ഒരു more than 300 പേജസ് ഉണ്ടാവും. അപ്പോൾ ഇത്രയും വായിച്ചു പോവുക എന്നതുപോലും പോസിബിൾ ആയിട്ടുള്ള കാര്യമില്ല അത്രയും സമയത്തിനുള്ളിൽ. അപ്പോൾ എന്ത് ചെയ്യുക, കറണ്ട് അഫയേഴ്സ് ആണെങ്കിലും ഡെയിലി നോക്കുക. ഡെയിലി നോക്കുന്നത് വളരെ നല്ലതാണ്. പക്ഷേ ഡെയിലി എങ്കിലും നോക്കാൻ പറ്റിയില്ലെങ്കിൽ വീക്ക്ലി ഈസ് എ മസ്റ്റ്. വീക്ക്ലി കറണ്ട് അഫയേഴ്സ് പഠിച്ചിരിക്കുക, ഓരോ വീക്കും പഠിക്കുക, നല്ല രീതിക്ക് പഠിക്കുക. കറണ്ട് അഫയേഴ്സ് പഠിച്ച് കറണ്ട് അഫയേഴ്സിൻ്റെ മോക്ക് എക്സാംസ് ഒക്കെ ചെയ്യാനുള്ള സമയം ഇസ് പ്രാക്ടിക്കലി നോട്ട് പോസിബിൾ. അതുകൊണ്ട് തന്നെയാണ് നേരത്തെ തുടങ്ങുക എപ്പോഴും നിങ്ങളുടെ അടുത്ത് പറയുന്നത്. ഇത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് കരുതുന്നു. ആൻഡ് സക്സസ്ഫുൾ കാൻഡിഡേറ്റ് സ്റ്റാർട്ട് അറ്റ്ലീസ്റ്റ് 4 to 6 months ബിഫോർ ദ എക്സാം സെഷൻ. ഓക്കെ, സക്സസ്ഫുൾ ആയിട്ടുള്ള കാൻഡിഡേറ്റ്സ് ആസ് പെർ അനലിറ്റിക്സ് പറയുന്നത് ഒരു 6 monthsന് മുമ്പെങ്കിലും അവർ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരിക്കും എന്നുള്ളൊരു കാര്യമാണ്. ഓക്കെ, ഓഫ് സീസൺ നിങ്ങളുടെ സെലക്ഷൻ സീസണായിട്ട് നിങ്ങൾ കൺസിഡർ ചെയ്യാൻ നോക്കുക. ഓഫ് സീസണിൽ ഒന്നുമില്ല എന്ന് പറഞ്ഞ് അനങ്ങാതിരിക്കരുത്. സെലക്ഷനായിട്ട് ആസ്പയർ ചെയ്യുന്ന ഒരുപാട് കാൻഡിഡേറ്റ്സ് നിങ്ങളുടെ പുറകിൽ തന്നെ ഇരുന്ന് പ്രിപ്പയർ ചെയ്യുന്നുണ്ടാവും എന്നുള്ളൊരു തോട്ട് പ്രോസസ്സിൽ നിങ്ങൾ എത്തിച്ചേരണം. ആൻഡ് ദ മിസ്റ്റേക്ക് 2, ഇപ്പോൾ മിസ്റ്റേക്ക് 1 ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. എന്താണ്, നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞിട്ട് പഠിക്കാനിരിക്കുന്നത്, അത് അവോയ്ഡ് ചെയ്യാം. ആൻഡ് ദ മിസ്റ്റേക്ക് 2 ഇസ് ലേറ്റ് സേ പ്രിപ്പറേഷൻ ആൻഡ് ഇറഗുലാരിറ്റി. ലേറ്റായിട്ട്, അതായത് പ്രിലിംസിൻ്റെ റിസൾട്ട് വന്നു കഴിഞ്ഞ് പ്രിലിംസ് കിട്ടിക്കഴിഞ്ഞു എന്ന് മനസ്സിലാക്കുന്ന ഒരു സിറ്റുവേഷനിലാണ് എന്ത് ചെയ്യുക, ഓക്കെ ഇനി ഞാൻ കറണ്ട് അഫയർ പ്രിപ്പറേഷൻ തുടങ്ങാം, എനിക്ക് പ്രിലിംസ് കിട്ടിയല്ലോ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മെയിൻസിലേക്ക് ഒരു 3 ആഴ്ച സമയം കാണും. ഈ 3 ആഴ്ച കൊണ്ട് ഒന്നും പഠിക്കത്തില്ല, മെയിൻസിൻ്റെ മോക്ക് ടെസ്റ്റും പ്രാക്ടീസ് ചെയ്യത്തില്ല, ഇരുന്ന് എന്ത് ചെയ്യും, കറണ്ട് അഫയേഴ്സ് പഠിക്കാനായിട്ട് തുടങ്ങും. കറണ്ട് അഫയേഴ്സ് പഠിച്ചിട്ട് വല്ലതും തീരുമോ, ഒന്നും തീരത്തില്ല. നിങ്ങൾ പഠിക്കും, അത് മറക്കുകയും ചെയ്യും. കറണ്ട് അഫയേഴ്സ് മോക്ക് ടെസ്റ്റ് പോലും ചെയ്യാനുള്ള സമയം കിട്ടുന്നുണ്ടാവില്ല. ഓക്കെ, ആൻഡ് സോ അത് നിങ്ങൾ എന്ത് ചെയ്യുക, അവോയ്ഡ് ചെയ്യുക. ആൻഡ് മെയിൻലി നമ്മൾ ഈ ലാസ്റ്റ് മൊമെൻറ്റ് റഷിൽ നമ്മൾ പഠിക്കുന്നു, നമ്മളൊക്കെ ഒരുപാട് കാര്യങ്ങൾ മെമ്മറൈസ് ചെയ്ത് വെക്കാൻ പറ്റത്തില്ല. എക്സാമിലെത്തുമ്പോൾ ചിലപ്പോൾ നമുക്ക് നന്നായിട്ട് അറിയാവുന്നൊരു ക്വസ്റ്റ്യൻ ആയിരിക്കും. നമ്മൾ ഈ ബൾക്ക് ഡാറ്റ ബ്രെയിനിൽ ഇങ്ങനെ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്നതുകൊണ്ട് നിങ്ങൾക്ക് മറന്നു പോകാനുള്ള ചാൻസ് ഭയങ്കര കൂടുതലാണ്. പക്ഷേ അതിന് മുമ്പേ നിങ്ങൾ പഠിക്കുകയാണ്, നിങ്ങൾ മൾട്ടിപ്പിൾ റിവിഷൻസ് കഴിഞ്ഞു, ഒരുപാട് കറണ്ട് അഫയേഴ്സ് മോക്ക് ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞു. ആൻഡ് എക്സാമിന് ചെല്ലുമ്പോൾ എന്താ, ഞാൻ ഈ പറഞ്ഞ ഒരു ബ്രെയിൻ ഓവർലോഡഡ് ആകുന്ന അവസ്ഥ അല്ലെങ്കിൽ കൺഫ്യൂഷൻ നിങ്ങൾക്ക് ഭയങ്കര കുറവായിരിക്കും. ഓക്കെ, ആൻഡ് ദ ലാസ്റ്റ് മിനിറ്റ് ബ്ലണ്ടർ, തിങ്കിങ് യു ക്യാൻ ഫിനിഷ് 6 months of current affairs in 10 days after prelims. That's not possible. And the fix, daily CA is a must. It builds retention and helps in descriptive and interview rounds too. നിങ്ങളുടെ സി എക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുമ്പോഴത്തേക്കും അത് നിങ്ങളുടെ ഡിസ്ക്രിപ്റ്റീവ് റൈറ്റിങ്ങിനും ഇൻ്റർവ്യൂസിനെയും കൂടെ ഒരു പരിധി വരെ ഹെൽപ്പ് ചെയ്യും. ഓക്കെ, ബാങ്കിങ്ങിൽ ഇൻ്റർവ്യൂസ് എന്ന് പറയുമ്പോൾ കൂടുതലും ബാങ്ക് റിലേറ്റഡ് ക്വസ്റ്റ്യൻസ് മാത്രമല്ല, ബാങ്കിങ് അവയർനെസ് മാത്രമല്ല, കറണ്ട് അഫയേഴ്സ് റിലേറ്റഡ് ആയിട്ടും ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യാം, ചോദിക്കാം. ആൻഡ് കൺസിസ്റ്റൻസി ഈസ് എ കീ. അതായത് നിങ്ങൾ പഠിക്കുക, ഡെയിലി 6-7 മണിക്കൂർ പഠിക്കണം അല്ലെങ്കിൽ 4-5 മണിക്കൂർ പഠിക്കണം എന്നല്ല ഞാൻ പറയുന്നത്. ഇപ്പോൾ ഡെയിലി ഒരുപാട് വർക്കിംഗ് പ്രൊഫഷണൽസ് പ്രിപ്പയർ ചെയ്യുന്നവരുണ്ടായിരിക്കും, അവർക്ക് ചിലപ്പോൾ ഡെയിലി പഠിച്ചു കൊള്ളാൻ പറ്റണം എന്നില്ല. പക്ഷേ ഡെയിലി പഠിച്ചില്ലെങ്കിലും ഒരുപാട് മാസങ്ങളുടെ ബ്രേക്ക് അല്ലെങ്കിൽ ഒരുപാട് ആഴ്ചകളുടെ ബ്രേക്ക് ഇതൊന്നും കൊണ്ടുവരാതിരിക്കുക. ഒരു 2 ദിവസം പഠിച്ചില്ല, ഓക്കെ ഫൈൻ, ഒരുപാട് ബ്രേക്കുകൾ നിങ്ങളുടെ പ്രിപ്പറേഷനിടയിൽ നിങ്ങൾ കൊണ്ടുവരരുത്. ട്രൈ ടു ബി കൺസിസ്റ്റൻറ്റ് അറ്റ് ഇറ്റ്സ് മാക്സിമം. ഇപ്പം ഡെയിലി 1 മണിക്കൂർ ആണ് പഠിക്കാൻ പറ്റുന്നെങ്കിൽ മതി. ആ 1 മണിക്കൂർ നിങ്ങൾ ഫുൾ ഫോക്കസ് കൊടുത്ത് പഠിച്ചാൽ അത് നിങ്ങൾക്ക് എന്തായാലും എവിടെയെങ്കിലും നിങ്ങളെ ബെനിഫിറ്റ് ചെയ്യും. ഓക്കെ, സോ കൺസിസ്റ്റൻസി ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. ആൻഡ് വെരി ഇമ്പോർട്ടൻറ്റ് തിങ് ഇസ് കറണ്ട് അഫയേഴ്സ് ഇസ് എ മാരത്തോൺ, നോട്ട് എ സ്പ്രിൻറ്റ്. ഈ ഒരു കാര്യം നിങ്ങൾ ഓർത്തിരിക്കുക. കറണ്ട് അഫയേഴ്സ് ഇസ് ലൈക്ക് എ മാരത്തോൺ, ഒരു സ്പ്രിൻറ്റ് പോലെ അല്ലാതെ ഇത് ഗ്രാജുവലി നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ സ്ട്രോങ് ആക്കി എടുക്കേണ്ട ഒരു ഏരിയ ആണ് കറണ്ട് അഫയേഴ്സ് എന്ന് പറയുന്നൊരു സംഭവം. And that's it about the second mistake. And the mistake number 3 is അവോയ്ഡിങ് ഓർ മിസ്മാനേജിങ് മോക്ക് ടെസ്റ്റ്. മോക്ക് ടെസ്റ്റുകൾ എഴുതാതെ ഇരിക്കുക, അത് ഏറ്റവും വലിയൊരു ബ്ലണ്ടറാണ്. നമ്മൾ ഇതൊരു ഡിഗ്രി ലെവൽ എക്സാമോ, നിങ്ങൾ സ്കൂളിൽ പഠിച്ചപ്പോൾ നിങ്ങൾ എഴുതുന്ന ഒരു ആനുവൽ എക്സാമോ അല്ലെങ്കിൽ കോളേജിൽ പഠിച്ചിരുന്നപ്പോൾ നിങ്ങൾ എഴുതിയൊരു സെമസ്റ്റർ എക്സാമോ അല്ല ഇത് ഒരു കോമ്പറ്റീറ്റീവ് എക്സാമാണ്. പെൻ ആൻഡ് പേപ്പർ യൂസ് ചെയ്ത് എഴുതുന്ന പരീക്ഷയല്ല, ഇത് നാഷണൽ ലെവൽ എക്സാമാണ്. ഒരുപാട് ആസ്പിറൻസ് ആണ് ഓൾ ഓവർ ഇന്ത്യ ഇതിനായിട്ട് ആസ്പയർ ചെയ്യുന്നത്. സ്പീഡും ആക്യുറസിയും ഒരുപോലെ വേണ്ട ഒരു എക്സാമിനേഷൻ തന്നെയാണ് നമ്മളുടെ ബാങ്ക് എക്സാമിനേഷൻ എന്ന് പറയുന്നത്. ബോത്ത് ദീസ് ആർ ലൈക്ക് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഈച്ച് അതർ. സ്പീഡും വേണം, ഒരുപാട് ചോദ്യങ്ങൾ ചെയ്യണം,
ഓക്കെ, പക്ഷെ ചെയ്ത് കൂട്ടിയിട്ട് കാര്യമില്ല, ചെയ്യുന്നതെല്ലാം ശരിയായിരിക്കണം. ആ ആക്യുറസിയും കൂടെ എന്താണ് നിങ്ങൾക്ക് കീപ്പപ്പ് ചെയ്യാൻ പറ്റണം. അതാണ് ഞാൻ പറഞ്ഞത്, സ്പീഡ് ആൻഡ് ആക്യുറസി വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ബാങ്കിങ് എക്സാമിനേഷനിൽ വരുമ്പോൾ. മോക്ക് എക്സാം ചെയ്യുക എന്ന് പറയാൻ കാരണം ഇതൊരു ഓൺലൈൻ എക്സാം ആണ്, നെഗറ്റീവ് മാർക്കിംഗ് ഉള്ള എക്സാം ആണ്, ഓൾ ഇന്ത്യ ആസ്പിറൻസ് ആസ്പിയർ ചെയ്യുന്ന ഒരു നാഷണൽ ലെവൽ എക്സാമിനേഷൻ ആണ്. ഇതിൽ ഏറ്റവും കുറഞ്ഞ സമയത്തിനുള്ളിൽ ആൻസർ കണ്ടുപിടിക്കുക എന്നതായിരിക്കണം മോട്ടീവ്. ആൻഡ് കണ്ടുപിടിക്കുന്ന ആൻസർ 100% ആക്യുറേറ്റ് ആയിരിക്കുക എന്നുള്ളത് ഇസ് ദ അതർ മോട്ടീവ്. അപ്പോൾ എന്ത് ചെയ്യുക, ഈ ഒരു വിഷൻ ഫോക്കസ് ചെയ്ത് തന്നെ നിങ്ങൾ പ്രിപ്പയർ ചെയ്യുക. ഇങ്ങനെ നിങ്ങൾക്ക് ചെയ്യണം എന്നുണ്ടെങ്കിൽ പ്രാക്ടീസ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. എന്ത് പ്രാക്ടീസ് ചെയ്യണം? മോക്ക് എക്സാം പ്രാക്ടീസ് ചെയ്യണം. മോക്ക് എക്സാം പ്രാക്ടീസ് ചെയ്താൽ മാത്രമായിരിക്കും ആ ഒരു റിയൽ ടൈം എക്സാം ഇൻ്റർഫേസ് നിങ്ങൾക്ക് കിട്ടുക. ആൻഡ് വൈൽ അറ്റൻഡിങ് മോക്ക് ടെസ്റ്റ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് is not all about your marks but check the percentile. Percentile is very important. And മോക്ക് എക്സാം എഴുതുകയാണ് ഇപ്പോൾ നിങ്ങൾ. ഇനി നമുക്ക് ഗൂഗിളിൽ സെർച്ച് ചെയ്യാം, ഒരുപാട് ഫ്രീ സോഴ്സസ് ഉണ്ട് നമ്മുടെ മോക്ക് ടെസ്റ്റുകൾ അവൈലബിൾ ആയിട്ടുള്ള. നമ്മുടെ എൻട്രി ആപ്പിലാണെങ്കിലും മോക്ക് ടെസ്റ്റുകൾ നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാം. അല്ലാതെ ലോട്ട് ഓഫ് സോഴ്സസ് അതേ ഫോർ മോക്ക് ടെസ്റ്റ്. ഒരുപാട് അടിപൊളിയായിട്ടുള്ള മോക്ക് ടെസ്റ്റ് എഴുതാൻ പറ്റിയ സോഴ്സുകളും ഉണ്ട്. അപ്പോൾ എന്ത് ചെയ്യുക, മോക്ക് എഴുതുന്നു. ഇപ്പോൾ എല്ലാവരും ചെയ്യുന്നത് മോക്ക് എഴുതുന്നു, മാർക്ക് നോക്കുന്നു, കഴിയുന്നു, ഞാൻ മോക്ക് എഴുതി. പക്ഷേ അത് നിങ്ങളെ ശരിക്കും ബെനിഫിറ്റ് ചെയ്യുന്നുണ്ടോ? ഒരിക്കലും ഇല്ല. മോക്ക് എഴുതിയിട്ട് എന്ത് ചെയ്യുക, അത് അനലൈസ് ചെയ്യുക പ്രോപ്പറായിട്ട്. നിങ്ങളുടെ മിസ്റ്റേക്സ് പറ്റിയ ഏരിയകൾ സ്പെഷ്യൽ ഫോക്കസ് കൊടുക്കുക. എന്തുകൊണ്ട് ഞാനിത് തെറ്റിച്ചു എന്നത് മനസ്സിലാക്കിയിട്ട് വീക്ക് ഏരിയാസ് എന്ത് ചെയ്യുക, സ്ട്രോങ്ങർ ആയിട്ട് കൺവേർട്ട് ചെയ്യുക. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സ്കോഴ്സിനെ പറ്റി ഓർത്ത് പേടിക്കേണ്ട. ഇനിഷ്യലി എല്ലാവർക്കും സ്കോർ ഭയങ്കര കുറവായിരിക്കും. ആൻഡ് സ്കോർ പെട്ടെന്നൊന്നും അങ്ങനെ ഇമ്പ്രൂവ്ഡ് ആകത്തുമില്ല. നിങ്ങൾ എന്തോരം എഫേർട്ട് ഇടുന്നു എന്നതിനനുസരിച്ച് തന്നെ ഇരിക്കും സ്കോഴ്സിലെ ഇമ്പ്രൂവ്മെൻറ്റ് കാണിക്കുന്നത്. പക്ഷേ എന്ത് ചെയ്യുക, ചെയ്തുകൊണ്ടേയിരിക്കുക. ഡിമോട്ടിവേറ്റഡ് ആകണ്ട, ചെയ്തുകൊണ്ടേയിരിക്കുക. പിന്നെ ചില മോക്ക് ടെസ്റ്റുകളൊക്കെ എഴുതുമ്പോഴത്തേക്കും നമ്മുടെ റിയൽ എക്സാമിനെക്കാട്ടിലും നല്ല ടഫസ്റ്റ് ആയിട്ടുള്ള മോക്ക് ടെസ്റ്റുകളുണ്ട്. നിങ്ങൾ ചിലപ്പം അബദ്ധത്തിൽ ആദ്യം തന്നെ അത് പോയി അറ്റൻഡ് ചെയ്തിട്ട് ഒട്ടും മാർക്കും കാണത്തില്ല, ഭയങ്കര ടഫാന്ന് കരുതി ഡീമോട്ടിവേറ്റഡ് ആയി പോകും. പക്ഷേ അങ്ങനെ ഡീമോട്ടിവേറ്റഡ് ആകരുത്. ബട്ട് ദ റിയൽ എക്സാം ഈ മോക്ക് എക്സാമിനെക്കാട്ടിലും ഈസിയർ ആയിരിക്കും എന്ന് ബിലീവ് ചെയ്യുക. ആൻഡ് മോസ്റ്റ് കേസസിൽ ഈസിയർ ആകാറ് തന്നെയാണ് പതിവ്. ഓക്കെ, ഡോണ്ട് വെയിറ്റ് ഫോർ ദ ഫിനിഷ് ദ സിലബസ് ബിഫോർ ടേക്കിംഗ് എ മോക്ക്. സിലബസ് എല്ലാം പഠിച്ചു കഴിഞ്ഞിട്ട് മോക്ക് ടെസ്റ്റ് ചെയ്യണം എന്നുള്ളത് നിർബന്ധമില്ല. നിങ്ങൾക്ക് ചെയ്ത് നോക്കാം. സെക്ഷണൽ മോക്സ് ചെയ്യാം. ഒരു ഫുൾ ലെങ്ത് എക്സാം അറ്റൻഡ് ചെയ്യുന്നതിനെക്കാട്ടിലും നല്ലത് സെക്ഷണൽ മോക്സ് ഇടയ്ക്കിടയ്ക്കൂടെ ചെയ്താൽ നിങ്ങൾക്ക് ആ ഒരു ബേസ് ലെവൽ കോൺഫിഡൻസ് ബിൽഡപ്പ് ചെയ്യാൻ പറ്റും. ആൻഡ് ടേക്കിംഗ് എ മോക്ക് ബട്ട് നോട്ട് അനലൈസിങ് ഇസ് ദ ബിഗ്ഗസ്റ്റ് മിസ്റ്റേക്ക്. അത് നിങ്ങൾ മാറ്റുക. ഓക്കെ, വാട്ട് ടു അനലൈസ്, നിങ്ങളുടെ മിസ്റ്റേക്ക് സോൺസ് ആണ് അനലൈസ് ചെയ്യേണ്ടത് പ്രോപ്പർലി. ഓക്കെ, ഒരു സെക്ഷണൽ മോക്കെങ്കിലും എന്ത് ചെയ്യുക, ഡെയിലി നിങ്ങൾ ചെയ്യാനായിട്ട് നോക്കുക. സെക്ഷണൽ മോക്ക് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ ഓക്കെ, അത്രയും ടൈം നിങ്ങൾക്ക് എന്താ പറയുക, ഞാനിപ്പോൾ കമ്പൽസറി ആയിട്ട് പറയുന്നില്ല. കാരണം ഒരുപാട് ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് ആസ്പിറൻസ് ഡിഫറെൻറ്റ് സിറ്റുവേഷനിൽ ഈ കോമ്പറ്റേറ്റീവ് എക്സാമിനെ നോക്കി കാണുന്ന പ്രിപ്പയർ ചെയ്യുന്ന ആസ്പിറൻസ് ഉണ്ട്. അപ്പം അവരുടെ അടുത്ത് നമുക്ക് ഈ ഒരു കമ്പൽസറി മോഡിൽ ഒന്നും പറയാൻ പറ്റത്തില്ല. ഇപ്പം നമ്മൾ ഒരു ഡെയിലി പ്ലാൻ ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ ഐ ക്യാൻ ജസ്റ്റ് ഗീവ് എൻ എക്സാമ്പിൾ ഉള്ളൂ. ഒരു എക്സാമ്പിൾ മാത്രമേ എനിക്ക് പറയാൻ പറ്റത്തുള്ളൂ. നിങ്ങൾക്കാണ് എന്നെക്കാട്ടിലും നിങ്ങളെ നന്നായിട്ട് അറിയാവുന്നത്. നിങ്ങൾക്ക് എന്താണ് വർക്ക് ആവുന്നത്, എന്താണ് വർക്ക് ആകാത്തത്. നമ്മളെല്ലാവരും സ്റ്റഡി പ്ലാൻസ് പ്രൊവൈഡ് ചെയ്യാറുണ്ട്. പക്ഷേ അതൊരു ബേസ് ആയിട്ട് എടുത്തിട്ട് അതിൽ നിന്ന് നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള, ഞാൻ പറഞ്ഞല്ലോ നിങ്ങൾക്ക് നിങ്ങളെ നന്നായിട്ട് അറിയാം. സോ അതിൽ നിന്നും നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള എന്ത് ചെയ്യുക, ഒരു സ്റ്റഡി പ്ലാൻ ഇങ്ങനെ ഡെവലപ്പ് ചെയ്ത് എടുക്കുക. എന്നിട്ട് അതിൽ സ്റ്റിക്ക് ഓൺ ചെയ്ത് നിൽക്കുക. ഇപ്പം ഡെയിലി ഫുൾ ലെങ്ത് എക്സാം എഴുതാൻ പറ്റുന്നില്ലെങ്കിൽ വേണ്ട, സെക്ഷണൽ മോക്സ് എഴുതുക. അതും ഡെയിലി എഴുതാൻ പറ്റുന്നില്ലെങ്കിൽ വേണ്ട, ഓൾട്ടർനേറ്റ് ആണെങ്കിലും എഴുതുക, അനലൈസ് ചെയ്യുക. എനിവേസ് ഇഫ് യു ആർ ടേക്കിംഗ് എ മോക്ക്, അനലൈസ് ഇറ്റ് പ്രോപ്പർലി. ആ ഒരു ഒറ്റ കാര്യമുള്ളൂ. And the mistake number 4 is preparing for prelims and mains separately. ഇത് ഞാൻ ഓൾറെഡി സ്റ്റാർട്ടിങ്ങിലേ പറഞ്ഞിരുന്നു. യു ഹാവ് ടു പ്രിപ്പയർ ദിസ് ടുഗെദർ. സെപ്പറേറ്റ്ലി പ്രിപ്പയർ ചെയ്തിട്ട് കാര്യമില്ല, അഡ്വാൻസ് ലെവലും കൂടെ ചെയ്ത് നോക്കുക. ഓക്കെ, അഡ്വാൻസ്ഡ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം, ബാങ്ക് എക്സാം എഴുതിയിട്ടുള്ള ആസ്പിറൻസിന് അറിയാം മെയിൻസ് ലെവലിൽ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്ന ഒരു രീതി. നമ്മൾ എത്ര പ്രിപ്പയർ ചെയ്താൽ പോലും ചില സമയത്ത് നമ്മൾ സ്റ്റക്കാവും. മെയിൻസിൽ വരുമ്പോഴത്തേക്കും സ്പീഡിന് വലിയ റോളില്ല. അവിടെ കോൺസെപ്റ്റ് ക്ലാരിറ്റിയും ക്വസ്റ്റ്യൻ്റെ സെലക്ഷനിലുമാണ് മെയിൻസിൽ ഇമ്പോർട്ടൻസ് വരുന്നത്. ഒരു ക്വസ്റ്റ്യൻ എങ്ങനെ എലിമിനേറ്റ് ചെയ്യാം എന്നുള്ളത് നിങ്ങൾക്ക് നല്ല രീതിക്ക് അറിഞ്ഞിട്ടുണ്ടാവണം മെയിൻസിൽ. അല്ലെങ്കിൽ എത്ര ചെയ്താലും കിട്ടാത്തൊരു ക്വസ്റ്റ്യനിൽ, നല്ല ഡിഫിക്കൽട്ടായിട്ടുള്ള ക്വസ്റ്റ്യനിൽ മണിക്കൂറുകളോളം നിങ്ങൾ ഇരുന്ന് സ്റ്റക്കായി പോകും. അത് വൈസായിട്ട് ആ ക്വസ്റ്റ്യൻ സ്കിപ്പ് ചെയ്തിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യനിലേക്ക് നിങ്ങൾക്ക് പോകാൻ പറ്റുമെങ്കിൽ അത് പ്രാക്ടീസ് വഴി മാത്രം സാധിക്കുന്ന ഒരു കാര്യമാണ്. ഓക്കെ, സോ അത് നിങ്ങൾ ശ്രദ്ധിക്കുക. Prelims is all about speed, accuracy and quick picking. പക്ഷേ മെയിൻസ് എന്ന് പറയുന്നത് കോൺസെപ്റ്റ് ക്ലാരിറ്റി ആൻഡ് എന്താ പറയുക, അനലിറ്റിക്കൽ എബിലിറ്റി ആണ് വരുന്നത്. ഓക്കെ, ഡു നോട്ട് സ്റ്റോപ്പ് GA ആൻഡ് മെയിൻസ് ലെവൽ പ്രാക്ടീസ് വൈൽ ഫോക്കസിങ് ഓൺ പ്രിലിംസ്. പ്രിലിംസിൻ്റെ സമയത്തും ഈ പറഞ്ഞ CA പ്രിപ്പറേഷൻ അതുപോലെ തന്നെ അഡ്വാൻസ് ലെവൽ ക്വസ്റ്റ്യൻസ് സ്കിപ്പ് ചെയ്യരുത്. കുറച്ചെങ്കിലും ഒക്കെ പറ്റുന്ന പോലെ
നോക്കി പോവുക. സോ എന്ത് ഗോൾഡൻ റൂൾ പറയാനുള്ളത് നിങ്ങളുടെ അടുത്ത്, പ്രിലിംസ് ഡസ് നോട്ട് മേക്ക് വേ ടു ദ സെലക്ഷൻ. മെയിൻസ് ആണ്. പ്രിലിംസ് എന്ന് പറയുന്നത് ജസ്റ്റ് മെയിൻസ് പരീക്ഷ എഴുതാനുള്ളൊരു ക്വാളിഫിക്കേഷൻ മാത്രമാണ് പ്രിലിംസിൻ്റെ മാർക്ക് എന്ന് പറയുന്നത്. പക്ഷേ നിങ്ങളുടെ ഫൈനൽ സെലക്ഷനിലേക്ക് നിങ്ങളെ ലീഡ് ചെയ്യുന്നത് മെയിൻസിൻ്റെ മാർക്കായിരിക്കും. അത് മൈൻഡിൽ എപ്പോഴും കീപ്പപ്പ് ചെയ്യുക. സോ ഞാൻ ഈ പറഞ്ഞ മിസ്റ്റേക്കുകൾ എല്ലാം, എത്ര മിസ്റ്റേക്സ് പറഞ്ഞിട്ടുണ്ടായിരുന്നു? ടോട്ടൽ 4 മിസ്റ്റേക്സ്. വേറെ ഒരുപാട് മിസ്റ്റേക്കുകൾ ഡിഫറെൻറ്റ് സിറ്റുവേഷനിൽ കാൻഡിഡേറ്റ്സ് വരുത്താറുണ്ട്. പക്ഷേ കഴിവതും ഈ 4 മിസ്റ്റേക്കുകൾ വരാതെ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, എഫക്റ്റീവായിട്ട് നിങ്ങളുടെ പ്രിപ്പറേഷൻ മുൻപോട്ട് കൊണ്ടുപോവുക. സോ ഡോണ്ട് വെയിറ്റ്, സ്റ്റാർട്ട് ടുഡേ ഇറ്റ് സെൽഫ്. ഡെയിലി ചെയ്യുക ആൻഡ് കോൺസ്റ്റൻറ്റ് റിവിഷൻ ചെയ്യുക, മോക്ക് അനലൈസ് ചെയ്യുക. ഓക്കെ, ആൻഡ് ദ ഇൻറ്റഗ്രേറ്റഡ് പ്രിലിംസ് ആൻഡ് മെയിൻസ് അപ്രോച്ച് വിൽ ഡെഫിനറ്റ്ലി ഗോണ ഹെൽപ്പ് യു. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ കമൻറ്റ് ബോക്സിൽ ഡ്രോപ്പ് ചെയ്യുക. നമ്മൾ മാക്സിമം അത് ആൻസർ ചെയ്യാനായിട്ട് നോക്കുന്നതാണ്. ആൻഡ് എല്ലാവരും ഈ മിസ്റ്റേക്സ് എല്ലാം റിപ്പീറ്റ് ചെയ്യാതെ, ഓവർ ആൻഡ് ഓവർ അഗെയിൻ റിപ്പീറ്റ് ചെയ്യാതെ, നിങ്ങൾ ഓരോ ആളുകളും ഡിഫറെൻ്റ് ആണ്, നിങ്ങൾക്ക് പറ്റുന്ന പോലത്തെ രീതിയിലൊക്കെ എന്ത് ചെയ്യുക, പഠിച്ച് കയറി വരാനായിട്ട് നോക്കുക. ഓക്കെ, ആൻഡ് ദാറ്റ്സ് ഓൾ അബൌട്ട് ടുഡേയ്സ് സെഷൻ. നമ്മുടെ എൻട്രിയിലാണെങ്കിലും ബാങ്കിൻ്റെ SBI, IBPS, RRB എല്ലാ ബാച്ചസും ഓപ്പൺ ആണ്. ബാച്ചസിൻ്റെ ഫെസിലിറ്റീസ് ഒക്കെ നിങ്ങൾക്ക് അറിയാം. നമുക്ക് ലൈവ് ആൻഡ് റെക്കോർഡഡ് സെഷൻസ് ആർ ഈക്വലി അവൈലബിൾ വിത്ത് ഹൈലി അപ്ഡേറ്റഡ് മോക്ക് ടെസ്റ്റ്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിനെ ബേസ് ചെയ്തിട്ടായിരിക്കും ഫാക്കൽറ്റീസ് ക്ലാസ്സുകൾ എടുക്കുന്നുണ്ടാകുക. അവരുമായിട്ട് നിങ്ങൾക്ക് ലൈവായിട്ട് ഇൻട്രാക്ട് ചെയ്ത് പഠിക്കാം. ആൻഡ് മെൻറ്റർഷിപ്പ് സപ്പോർട്ടും ഉണ്ടാവും. കൂടുതൽ വിവരങ്ങൾ അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ സ്ക്രീനിൽ കാണുന്ന 7736122215 എന്ന നമ്പറിൽ കണക്ട് ചെയ്താൽ മതിയായിരിക്കും. ആൻഡ് നിങ്ങൾക്ക് എന്തെങ്കിലും കോണ്ടൻറ്റ് ക്ലാസ്സസ് വേണമെന്നുണ്ടെങ്കിൽ, അതുപോലെ നിങ്ങളുടെ ഡൗട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. വിഷിംഗ് യു ഓൾ ദി വെരി ബെസ്റ്റ്. ഇറ്റ്സ് മീ അംഷ സൈനിങ് ഓഫ്. താങ്ക് യു.